ഇതാണ് കേട്ടാ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി കർണൻ. സന്ധ്യയായി കഴിഞ്ഞാൽ ആളെ വിട്ടു കഴിഞ്ഞാൽ ഈ ലൈറ്റുകളുടെ താഴെയാണ് ആളുടെ കളി. അതവിടെ നിൽക്കട്ടെ, ഈ ലൈറ്റ്സ് എല്ലാം സോളാറിൽ പ്രവർത്തിക്കുന്നതാണ് കേട്ടാ. ഈ ലൈറ്റുകൾ സ്ഥാപിക്കാനായിട്ടും വലിയ പാടൊന്നും ഇല്ല കേട്ടാ, നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ചൂടത്ത് കറണ്ട് ബില്ല് നന്നായി കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് സോളാർ വെക്കുന്നതിന്റെ കൂടെ തന്നെ ഇതുപോലെ സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ്സും വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഗാർഡനിൽ വെക്കുന്ന രണ്ട് ടൈപ്പ് ലൈറ്റുകളാണ്. ഒന്ന് വാളിൽ പിടിപ്പിക്കുന്നതും ഒന്ന് ഗാർഡനിലെ മണ്ണിൽ ഇറക്കി വെക്കുന്നതുമാണ്. ഇത് ഇൻവെന്റ എന്ന ബ്രാൻഡിന്റെ സോളാർ ലൈറ്റുകളാണ്. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടാ. ഗാർഡനിൽ വെക്കാൻ പറ്റിയ നല്ല വലിപ്പമുള്ളൊരു ലൈറ്റ് ആണ്, കാണാനും നല്ല രസമാണ് കേട്ടാ. ഇത് പാക്ക് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ അടിയിൽ വെക്കാനുള്ള ഈ സംഭവം അതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് വരിക. ഈ ഒരു ഭാഗം പുറത്തോട്ട് എടുത്ത് അതിൽ കൊടുത്തിരിക്കുന്ന സ്ക്രൂകൾ തന്നെ ഇട്ട് നല്ലോണം മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് റെഡിയാണ് കേട്ടാ. അങ്ങനെ ഞാൻ ആ 3 ലൈറ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ വേറെ 2-3 ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ആ തൊപ്പിക്കിളികൾ കൂട് കൂട്ടിയിരിക്കുന്നത് നമ്മുടെ കയ്യെത്തണ ദൂരത്താന്ന്. അതേനെ, ദീ കാണുന്ന ഫിംഗർ പാമ്പിന്റെ ഇടയിലാണ് അവരുടെ കൂട്. വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവരെ കൂടുകൂട്ടലും കഴിഞ്ഞു, മുട്ടയിടലും കഴിഞ്ഞു, കുഞ്ഞു വിരിയലും കഴിഞ്ഞു. ഇപ്പൊ ആ 2 കുഞ്ഞുങ്ങളെയും പറക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും. അങ്ങനെ അതും കണ്ട് ആസ്വദിച്ച് ഞാൻ ലൈറ്റുകളെല്ലാം റെഡിയാക്കി. അപ്പോഴത്തേക്കും പ്രശാന്ത് ഏട്ടൻ അത് ഫിറ്റ് ചെയ്യാന്നും പറഞ്ഞ് എടുത്തിട്ട് പോന്നിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ എന്തോരം നനച്ചാലും ഇവിടെ ഒന്നും നന നിൽക്കില്ല. അതുപോലെ തന്നെ പുല്ല് വളർന്നത് കൊണ്ട് പുല്ലിന്റെ ഒരുപാട് വേരുകളും ഉണ്ട്. സിമ്പിൾ ആയിട്ട് വെറുതെ കുത്തിയിറക്കേണ്ട സാധനമാണ്. സുഖമായിട്ട് പറ്റുന്നു പറഞ്ഞ് പ്രശാന്തേട്ടൻ പോയതാണ്. പക്ഷെ ഈ കാരണങ്ങൾ കൊണ്ട് പ്രശാന്തേട്ടൻ കിടന്നും ഇരുന്നും ശ്രമിച്ചിട്ട് കാര്യം നടന്നില്ല. അവസാനം ഞങ്ങള് എളാങ്ക് കൊണ്ടുവന്ന് ഒരു ഓട്ട കുത്തി അതിലേക്ക് കുത്തിയിറക്കി സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 1ാമത്തെ ലൈറ്റ് സെറ്റാക്കി, 2ാമത്തെ ലൈറ്റും സെറ്റാക്കി. അങ്ങനെ 3ാമത്തെ ലൈറ്റിന്റെ പണിയിലേക്ക് കടന്നപ്പോഴാണ് നമ്മുടെ ദാസൻ ചേട്ടൻ എത്തിയതിട്ടാ. ഇനി ഒന്നും നോക്കണ്ട, എല്ലാം ഞാൻ റെഡിയാക്കി തരാന്നും പറഞ്ഞ് 3ാമത്തെ ദാസൻ ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രശാന്തേട്ടനും ദാസൻ ചേട്ടനും കൂടിയിട്ട് നമ്മുടെ മൂവാണ്ടൻ മാങ്ങ പൊട്ടിച്ചു തുടങ്ങി. വേറൊന്നിനല്ല, നല്ല ചെനച്ച മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് ചതച്ച് കഴിക്കാൻ നല്ല രസല്ലേ. അതിനു വേണ്ടിയിട്ടാ. നമ്മുടെ ലൈറ്റ് കത്തി കാണാൻ വേണ്ടിയിട്ട് സന്ധ്യ ആവണ വരെ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് നല്ലോണം ഇരുട്ടായാലേ ഇത് കത്തുള്ളൂ എന്നാണ്. പക്ഷെ സന്ധ്യ ആയപ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി കത്തി തുടങ്ങിയിട്ടാ. ഈ ലൈറ്റുകൾ നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് ആയിട്ടും ഡിം ലൈറ്റ് ആയിട്ടും അതുപോലെ വാം ലൈറ്റ് ആയിട്ടും റിമോട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടാ. പിന്നെ ഇതില് മോഷൻ സെൻസറും ഉണ്ട്. ഇതുപോലെ നമ്മളെ സെൻസ് ചെയ്തിട്ട് ബ്രൈറ്റ് ലൈറ്റ് കത്തും. അടുത്ത് വരുന്നത് ഈ വാൾ ലൈറ്റ് ആണ്. ഇതും ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്ത് ഇട്ടാ മതി കേട്ടാ. ഇതിലെ സൈഡിലെ ബട്ടൺ വെച്ചിട്ടാണ് കേട്ടോ ഇതിന്റെ ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണേ. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കാനായിട്ട് ജാനുക്കുട്ടി വന്നേക്കാണ് കേട്ടാ. വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണ 2 ടൈപ്പ് ഓഫ് ലൈറ്റുകളാ കണ്ടത് കേട്ടാ. എന്തായാലും എന്റെ കാർഡിന്റെ ഭംഗി ഒന്നും കൂടെ കൂടി. എന്തായാലും ഞാൻ ലിങ്ക് അയച്ചു തരാം. ലിങ്ക് കമന്റ് ചെയ്തോട്ടാ. യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ.